ദൈവത്തിൻ്റെ വചനത്തിൽ മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് യേശുക്രിസ്തുവും തൻ്റെ അപ്പോസ്തലന്മാരും വളരെ കർശനമായിട്ട് പഠിപ്പിച്ചിരുന്നു. റോമാലേഖനം 2-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് സവിസ്തരമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ വിധിക്കരുത്. എന്താണ് അങ്ങനെ പറയുവാൻ കാരണം എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അവർ ചെയ്ത അതേ തെറ്റ് നാമും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വാസ്തവത്തിൽ നാം അവരെ വിധിക്കുമ്പോൾ നാം നമ്മുടെ തെറ്റിനെ തന്നെയാണ് വിധിക്കുന്നത് എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. തെറ്റ് ചെയ്യുന്നവരെ വിധിക്കുകയും അതേ തെറ്റ് നാം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധിയില്ലെന്ന് രക്ഷപ്പെടാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. റോമാലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പാപികളെ വിധിക്കുകയും അതേ പാപം ചെയ്യുകയും ദൈവനീതിയെക്കുറിച്ച് അറിയുകയും ചെയ്യുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് കരുതുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദൈവം കരുണയുള്ളവനാണ്. അവിടുന്ന് വളരെ കരുണ നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് നമ്മോട് ക്ഷമ കാണിക്കുന്നു. നമുക്ക് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന് ഒരു രൂപാന്തരം വരുവാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുകയാണ്. പക്ഷേ പലപ്പോഴും നാം ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചോ ക്ഷമയെക്കുറിച്ചോ ഒട്ടും ചിന്തിക്കുന്നില്ല. നാം മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം കാത്തിരിക്കുവാൻ ദൈവം അത്രമാത്രം കരുണയുള്ളവനാണ്. എന്നാൽ പലപ്പോഴും നാം കഠിനഹൃദയരും ദുശാഠ്യക്കാരുമാണ് എന്ന് നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് പലപ്പോഴും നാം വെളിപ്പെടുത്താറില്ലേ? മാനസാന്തരത്തിനും അനുതാപത്തിനും പശ്ചാത്താപത്തിനും വിധേയപ്പെടുവാൻ നാം മടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശിക്ഷ നാം വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവകോപം വെളിപ്പെടുന്ന ഒരു ദിവസം ആ ശിക്ഷ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും, നാം അനുതപിച്ച് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ. ഓരോ വ്യക്തിക്കും താൻ ചെയ്തവയ്ക്കുള്ള പ്രതിഫലം ദൈവം നൽകും എന്ന് തിരുവെഴുത്തമ്മ പഠിപ്പിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും കീർത്തിക്കും വേണ്ടി ജീവിക്കുന്ന ചിലരുണ്ട്. അവർ എപ്പോഴും സൽപ്രവൃത്തികൾ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. ദൈവം തീർച്ചയായിട്ടും അവർക്ക് നിത്യജീവൻ നൽകും എന്ന് തിരുവെഴുത്ത് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. എന്നാൽ വേറെ ചിലരാകട്ടെ അവർ സ്വയസ്നേഹികളാണ്, സ്വാർത്ഥമതികളാണ്, സത്യത്തെ അന്വേഷിക്കുന്നതിൽ വിമുഖരാണ്. അവർ ദുഷ്ടതയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ മേൽ ദൈവം തൻ്റെ കോപവും ശിക്ഷയും നൽകും എന്നും തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദുഷ്ടത ചെയ്യുന്ന മനുഷ്യർ, അവർ ആരായിരുന്നാലും, യഹൂദന്മാരായിരുന്നാലും ജാതികളായിരുന്നാലും, അവർക്ക് ദൈവം അവരുടേതായ പ്രവൃത്തിക്ക് തക്കതായ മറുപടി നൽകും എന്നാണ് തിരുവെഴുത്തിൽ നാം കാണുന്നത്. സൽപ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകൾ, അവർ യഹൂദന്മാരാകട്ടെ അല്ലാത്തവരാകട്ടെ, ദൈവം അവർക്കെല്ലാവർക്കും മഹത്വവും ബഹുമാനവും സമാധാനവും നൽകും. അതുകൊണ്ട് റോമാലേഖനം 1-ാം അധ്യായം നാം പഠിക്കുക, മറ്റുള്ളവരെ നാം വിധിക്കരുത്. കാരണം അവർ ചെയ്യുന്ന അതേ പാപം നാമും ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നാം കയറിയിരിക്കരുത്. വിധിക്കുവാൻ അധികാരം ഉള്ളവൻ, യോഗ്യതയുള്ളവൻ ദൈവം മാത്രമാണ്. കാരണം അവിടുന്ന് വെളിച്ചമാണ്. അവിടുത്തെ ദൈവത്തിലൊട്ടും ഇരുട്ട് ഇല്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ നമ്മുടെ അവസ്ഥയോ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. ആരെയും കണ്ടില്ല എന്നാണല്ലോ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ കഴിയണം. നാം നീതിമാന്മാരെന്ന് നടിക്കരുത്. യേശുവിൻ്റെ കാലത്ത്
തങ്ങൾ നീതിമാന്മാരെന്ന് നടിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയാൽ കൃപയാൽ മാത്രം ജീവിക്കുന്ന മനുഷ്യരാണ് നാം എല്ലാവരും. അതുകൊണ്ട് നിരന്തരം നാം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടേയിരിക്കണം, ആശ്രയിച്ചുകൊണ്ടേയിരിക്കണം. ശുദ്ധീകരണത്തിനായി എപ്പോഴും നാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അവിടെയാണ് നമ്മുടെ ദൈവം ശാശ്വതമായ ജീവൻ നമുക്ക് കൽപ്പിക്കുന്നത്. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ പ്രവൃത്തികളെ, വാക്കുകളെ നമുക്ക് പരിശോധിക്കാം. നാം വിധിക്കുന്നവരാണെങ്കിൽ ദൈവം അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ വിധിക്കാം എങ്കിൽ നാം ഒരിക്കലും വിധിക്കപ്പെടുകയില്ല. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും ധ്യാനവും എല്ലാം അവിടത്തേക്ക് പ്രസാദകരമായിരിക്കണം. അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.